എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ചീസി ഫില്ലിങ്ങോട് കൂടിയ ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനു വേണ്ടി നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് അരക്കപ്പ് പാല്, ചെറുചൂടുള്ള പാലാണ്. പാലിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. രണ്ടും ചേർത്ത് നന്നായി ഇളക്കി അടപ്പ് വെച്ച് മൂടി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈസ്റ്റ് പൊന്തി വന്നതിന് ശേഷം നമുക്ക് വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും 1 ടീസ്പൂൺ ഓയിലും വെച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈസ്റ്റും പാലും കൂടി ഒഴിച്ച് കൈവച്ച് നന്നായി കുഴച്ചെടുക്കുക. ഇനി നമ്മുടെ പാത്രത്തിൽ ഒരിത്തിരി എണ്ണ തടവുക. ശേഷം നമ്മുടെ ബോള് അതിൽ വെച്ചിട്ട് ബോളിൻ്റെ മേലെയും കുറച്ച് എണ്ണ തടവി കൊടുക്കുക. നമ്മുടെ ബോള് ഡ്രൈ ആയി പോവാതിരിക്കാനാണ്. ഇനി ഇത് നന്നായി മൂടി വെച്ചതിന് ശേഷം 1-2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് എല്ലില്ലാത്ത ചിക്കൻ ചെറുതായി നുറുക്കിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ചെറിയൊരു അടപ്പ് വെച്ച് നമുക്ക് അടച്ച് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കുക. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. ആ വെള്ളത്തിൽ നിന്ന് തന്നെ ചിക്കൻ നല്ലോണം വെന്ത് കിട്ടും. ചിക്കൻ നല്ലോണം വെന്ത് അതിലെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായി നുറുക്കിയതും ഒരു ക്യാപ്സിക്കം ചെറുതായി നുറുക്കിയതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് ഒരുപാടൊന്നും വഴന്നു പോകേണ്ട ആവശ്യമില്ല. ഇത് ചെറുതായിട്ട് നമുക്ക് ഒന്ന് കടിക്കാനൊക്കെ കിട്ടുന്ന പാകത്തിന് മതി. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 2 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇത് നന്നായി വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ പിസ്സ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ചേർക്കാം കേട്ടോ. ഉപ്പ് എരിവൊക്കെ നോക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കുക. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഇപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വെച്ചതിലും ഡബിളായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 മണിക്കൂറാണ് ഇത് കുഴച്ച് വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലും കൂടുതൽ സമയം വെക്കാം. ഇനി ഇതിനെ നമുക്ക് 8 ബോൾസ് ആക്കി എടുക്കണം. ഇനി കുറച്ച് പൊടി വിതറി ഇതൊന്ന് പരത്തി കൊടുക്കുക. പരത്തുമ്പോൾ അധികം തിന്നായി പരത്താതെ കുറച്ചൊരു കട്ടിക്ക് പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഇല്ലേ, അത് കുറച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുറച്ചധികം തന്നെ ഫില്ലിംഗ് വെച്ച് കൊടുക്കണം. എന്നാലേ നമ്മൾ പൊരിച്ച് കഴിക്കുന്ന സമയത്ത് കുറച്ച് കടിക്കാൻ കിട്ടുകയുള്ളൂ. ഇനി ഞാൻ ഈ ചെയ്യുമ്പോൾ തന്നെ നന്നായി ഒട്ടിച്ചെടുക്കാം. നന്നായി ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം, കാരണം ഇത് എണ്ണയിലിടുന്ന സമയത്ത് പൊട്ടിപ്പോകും. അതുകൊണ്ട് ഇവിടെ നന്നായി ശ്രദ്ധിക്കുക, നല്ലോണം ഒട്ടിച്ച് കൊടുക്കുക. ഇനി നല്ല റൗണ്ട് ഷേപ്പാക്കി എടുക്കുക. ഇങ്ങനെ എല്ലാ ബോൾസും നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യമായ ഓയിൽ നമുക്ക് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഓരോ ബോൾസും ഇതിലിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. പൊരിക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് പൊരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീസിയായ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അതേപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.